എല്ലാവരും ഒന്ന് കൈയടിച്ച് വരട്ടെ. ആ പോസിറ്റീവ് എനർജി ഇങ്ങോട്ട് വെളിയിലേക്ക് വരട്ടെ.
നമ്മൾ നമ്മുടെ മാവേലിയെ ഈ വേദിയിൽ നിന്നും യാത്രയാക്കുകയാണ്. നിറഞ്ഞ കയ്യടികളോടുകൂടി എല്ലാവരും ഇത് ആസ്വദിക്കുക.
ഒരു മിനിറ്റ് അവിടെ എന്തെങ്കിലും. തൃശ്ശൂരിലെ ഇലഞ്ഞിത്തറയിലും ചോറ്റാനിക്കരയിൽ പവിഴമല്ലിത്തറയിലും മുഴങ്ങുന്ന തുന്തുവിനാദം. ശ്രീ ശരത്താണ് മലയാളി നമ്മുടെ സമാജത്തിൻ്റെ ചെണ്ട ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. 2 ബാച്ച് ഇപ്പോൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അടുത്ത ബാച്ചിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ഇവിടെ നിൽക്കുന്ന ഈ കൊച്ചു യുവ പ്രതിഭകൾ, ഈ പ്രസരിപ്പോടുകൂടി നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങൾ, ഇവരെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് അടുത്തത്. തീർച്ചയായിട്ടും നമ്മൾക്ക് ഞങ്ങളുടെയൊക്കെ ഒരു കാലം ഏതാണ്ട് അടുത്തു വരുന്നു. അപ്പം അടുത്ത തലമുറയ്ക്ക് ഓരോ കാര്യവും കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് വിട്ടുപോകണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ വളരെ ഊർജ്ജസ്വലനായ അധ്യാപകനാണ് ശ്രീ ശരത്. മുംബൈയിലെ പല വേദികളിലും ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. അങ്ങനെയുള്ള ശരത്തിന് ഈ കൈയ്യടി മതിയോ? താങ്ക്സ് എലോട്ട്. ശ്രീ ശരത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അദ്ദേഹത്തിനെ ഇതിന് ശേഷം നമ്മൾ ആദരിക്കുന്നുണ്ട്. വളരെ നന്ദി ശരത്. താങ്ക് യു എല്ലാവർക്കും. ഈ റെഗുലർ ടീമാണിവർ. ഞാൻ പറഞ്ഞ പോലെ മുംബൈയിലെ പല വേദികളിലും ഞാൻ കണ്ടുമുട്ടാറുള്ളവരാണ്. എനിവേ താങ്ക്സ് എ ലോട്ട്. ഇനിയും അടുത്തതായിട്ട് പറയാനുള്ളത്, ലോകത്ത് ഇന്ന് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തു പറഞ്ഞാലും സ്ത്രീ വിമോചനം. വാട്ട് ഈസ് ദിസ് ലിബറേഷൻ? ഐ ഡോണ്ട് നോ. നമ്മൾ ലിബറേഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ശാക്തീകരണം, സ്ട്രെങ്തനിങ് ഓഫ് വിമൻ പവർ. അത് പല സംഘടനകളും വെറുതെ പറയുമ്പോൾ തീർച്ചയായും അത് പൂർണ്ണമായി ഇംപ്ലിമെൻ്റ് ചെയ്ത സമാജം എന്നുള്ള ഒരു ക്രെഡിറ്റ് നമുക്കുണ്ട്. ഈ സമാജത്തിൻ്റെ ചാലക ശക്തിയായി മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രിയപ്പെട്ട ഷൈജ ഒന്ന് വേദിയിലേക്ക് എത്തണം. ഋഷി എല്ലാ കാര്യത്തിനും ഇന്നലെ രാത്രിയിലും പകലും ഏത് സമയത്തും അവൈലബിൾ ആണ്. ഞങ്ങൾക്കൊക്കെ വളരെ സ്നേഹത്തോടെ, ചിലപ്പോൾ വഴക്കുകൂടാണ്ട് ചീത്തയും പറയാറുണ്ട്, എങ്കിലും ആ ഒരു നേതൃത്വത്തിലാണ് ഈ സമാജം ഇന്ന് മുമ്പോട്ട് പോകുന്നത്. ഓഫ് കോഴ്സ് ഇഷ്ടം പോലെ സഹോദരന്മാരെ ഷൈജയ്ക്ക് ഉണ്ട്. ശ്രീ അലി, മോഹനൻ, മുകുന്ദൻ, എന്താ ദാസ്, ആരെ പറയേണ്ടതെന്നറിയില്ല, എല്ലാവരെയും പറയാം. വളരെ ശക്തമായൊരു നേതൃത്വ നിരയാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്. യാതൊരു ഡിസെൻഷൻസും ഇല്ലാതെ, ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതെ നടത്തിക്കൊണ്ടു പോകുന്നതിന് ഒരു ബിഗ് സല്യൂട്ട്. ജനറൽ സെക്രട്ടറിയുടെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണല്ലോ യു എൻ പ്രസിഡന്റ് ഇല്ല, യുണൈറ്റഡ് നേഷൻ്റെ സെക്രട്ടറി ജനറലാണ്. ഇതൊരു ജനറൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്രവർത്തന റിപ്പോർട്ട് ഷൈജ വായിക്കുന്നതായിരിക്കും. അതിനായി സഹോദരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ആർക്കും ഒരു എനർജി ഇല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി ആയില്ലേ നിങ്ങളാരും? ഹാപ്പി. എല്ലാവർക്കും ഓണാശംസകൾ. നമ്മൾ എവിടെ നിന്നോ ഇവിടെ എത്തി അല്ലേ? നമുക്ക് അഭിമാനിക്കാം. ഇന്ന് ഈ വേദിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഓണാഘോഷം എങ്ങനെയായിരുന്നു, ഒരു പടി മുമ്പിലേക്ക്, ഒന്നും കൂടി ഒരു സ്റ്റെപ്പ് മുമ്പിലേക്ക് നമ്മൾ വന്നില്ലേ? അഭിമാനിക്കണ്ടേ? ഒരു സ്റ്റെപ്പല്ല, എനിക്ക് തോന്നുന്നു ഒരു 10 സ്റ്റെപ്പ് മുമ്പോട്ട് നമ്മൾ വെച്ചു. അഭിമാനത്തോടെ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കമ്മിറ്റി മെമ്പേഴ്സും, ഒപ്പം കൂട്ടായി കൂടെ നിൽക്കുന്ന ലേഡീസ് വിങ്ങുമാണ് ഇതിൻ്റെ കരുത്ത്. മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളാണ് ഈ സമാജത്തിനെ ഇന്ന് ഇവിടെ എത്തിച്ചു നിർത്തുന്നത്. അതിന് നമുക്ക്, എനിക്ക് മാത്രമല്ല, കമ്മിറ്റിക്ക് മാത്രമല്ല, ലേഡീസ് വിങ്ങിന് മാത്രമല്ല, അംഗങ്ങൾ എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തർക്കും അഭിമാനിക്കാം. നിറഞ്ഞ കയ്യടി പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങൾ ഞാൻ വളരെ ചുരുക്കി പറയുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതലൊന്നും പറയാനില്ല.
കാരണം സമയം നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഭംഗിയായ ഒരു സംഭവം ഇവിടെ നിന്ന് അരങ്ങേറുകയാണ്. എല്ലാവരും അതിൻ്റെ ആകാംക്ഷയിലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരുപാട് നീട്ടുന്നില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ ഇന്നുവരെ 9 വർഷമായി സമാജം ശൈശവ ദിശയിലായിരുന്നെങ്കിലും ഇന്ന് അഭിമാനത്തോടെ നമ്മൾ പറയുന്നു, നമ്മളും മറ്റ് സമാജങ്ങൾക്കൊപ്പം ഒരുപടി മുമ്പിലായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും അംഗങ്ങൾ നൽകുന്ന സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ്. എന്നും കൂട്ടായി നിങ്ങൾ തന്നെ ഉണ്ടാകും എന്ന വിശ്വാസവും നമുക്കുണ്ട്. സ്ത്രീ എന്ന നിലയിൽ സ്ത്രീകളെ കൂടുതൽ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല അതിനൊപ്പം ചേർന്ന് നിൽക്കുന്ന അവരുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് നിന്ന് സഹകരിക്കുന്ന എൻ്റെ സഹോദരന്മാരായ കമ്മിറ്റി മെമ്പേഴ്സും. അതാണ് ശക്തി. ഞാൻ മാത്രം വിചാരിച്ചാൽ, ഞാൻ എന്ന വ്യക്തി വിചാരിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഒരുമിച്ച് ചിരിക്കുമ്പോൾ അത് പൊട്ടിച്ചിരിയാകും. ഞാൻ തനിച്ച് ചിരിക്കുമ്പോൾ അതൊരു ചെറിയ സ്മൈലായി പോകും. പക്ഷേ ഒരുമിച്ച് ചേർന്ന് നിന്ന് ചിരിക്കുമ്പോൾ അത് എല്ലാവരിലേക്കും എത്തി എല്ലാ ഹൃദയങ്ങളും ഒരുപോലെ സന്തോഷത്തിലേക്ക് എത്തിച്ചേരും. ആ ഒരുമയാണ് എന്നും നമ്മുടെ സമാജത്തിൻ്റെ വിലപ്പെട്ട വാല്യുബിളായിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ അവരെ മറന്ന് ഒന്നും നമുക്ക് ആർക്കുമില്ല. കമ്മിറ്റി മെമ്പേഴ്സും ലേഡീസ് വിങ്ങും ചേർന്ന് എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സമാജം എന്നത് ഒരു പൊതുവായ ലക്ഷ്യങ്ങളുള്ള ആളുകളുടെ കൂട്ടായ്മയാണ്. സമാജത്തിലെ അംഗങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ പരസ്പരം സഹകരിച്ച് എത്തിച്ചു കൊടുക്കാനും ഉള്ള ഒരു വേദിയായിട്ടാണ് സമാജത്തെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ തീർച്ചയായും ഞങ്ങളെ അറിയിച്ചാൽ കമ്മിറ്റി എന്ന നിലയിൽ ഞങ്ങളെ കൊണ്ടാവുന്ന എല്ലാ സഹകരണങ്ങളും ഇന്ന് വരെ ചെയ്തു വന്നിട്ടുണ്ട്. ഇനിയും മുമ്പോട്ട് അതുണ്ടാകും. ഒരാൾ പോലും ഉൽവയിൽ അല്ലെങ്കിൽ മറ്റിടത്തായാലും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാതെയോ വിശപ്പ് സഹിച്ചുകൊണ്ടോ നിൽക്കാൻ അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ആ വീടുകളിലും അവർക്ക് ആരാണെങ്കിലും അവർക്ക് ഒരു കിറ്റ് എത്തിക്കാനോ അവർക്ക് വേണ്ടുന്ന ഭക്ഷണ സഹായങ്ങൾ നൽകാനോ ഉൽവേ സമാജം മുമ്പിൽ തന്നെയാണ്. ഇന്നും വൈസ് പ്രസിഡന്റ് എന്നോട് അത് സത്യം ആയി പറയുന്നു. നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയും ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നമ്മൾ ചെയ്യും എന്ന് ഉറപ്പ് നൽകുകയാണ് നിങ്ങൾക്ക് മുമ്പിൽ. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സ്കൂളിൽ, മറാഠി സ്കൂളിൽ നമ്മൾ ബുക്സും ബാഗും പെന്നും ഒക്കെ നൽകുകയുണ്ടായി. അന്ന് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ സന്തോഷം മറ്റ് സംഘടനകളിൽ നിന്നും കിട്ടാത്ത ഒരു കാര്യമാണ് കേരള സമാജം ഉൽവേനോട് ചെയ്തത് എന്ന് പറഞ്ഞ് ഞങ്ങളോട് സഹകരിച്ചപ്പോൾ നമുക്ക് ഉണ്ടായ ആ അഭിമാനം അത് ഒരു മലയാളിക്ക് മാത്രമുള്ള ഒരു സവിശേഷതയാണ്, അല്ലേ? മറ്റു സംഘടനകളെ സഹായിക്കാനൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോകുമായിരിക്കാം, ഇല്ല. പക്ഷേ നമ്മുടെ മലയാളികളുടെ ഒരു സവിശേഷതയാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. തീർച്ചയായും ഉൽവേ സമാജം അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. ഈ പരിശ്രമം വരുന്നത് അംഗങ്ങളായ നിങ്ങളിൽ നിന്നുള്ള സഹകരണം കൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ഓരോ മാസവും ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ 2 വർഷം കൂടുമ്പോൾ ഇലക്ഷൻ നടത്തി മറ്റൊരു ടീം വരുന്ന ആണെങ്കിൽ കൂടി നമ്മൾ കുറച്ച് ഡിലേ ആയി വീണ്ടും ഈ വേദിയിൽ നിൽക്കുകയാണ്. അതിൻ്റെ കാരണം നമ്മുടെ ബൈലോയുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് ഡിലേ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നടത്തിയിട്ട് നമ്മൾ അടുത്ത AGM-ൽ ഇലക്ഷൻ വെച്ചുകൊണ്ട് പുതിയ ടീം വരും. ആ പുതിയ ടീമിന് എന്താ പറയുക, ചിലപ്പോൾ നമ്മൾ ചെയ്തതിനേക്കാളും കൂടുതൽ ഭംഗിയായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരിക്കും. എങ്കിലും ഞങ്ങൾ ചെയ്തതിൽ ഞങ്ങൾ വളരെ തൃപ്തരാണ്. നിങ്ങൾ അംഗങ്ങൾ തൃപ്തരാണെങ്കിൽ ഒന്ന് കൈയടിച്ചോ.
ഇനി പറയുന്നത് നമ്മുടെ സംഘടന എന്ന് പറയുമ്പോൾ അതിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സംഘടനയിലേക്ക് കമ്മിറ്റി മെമ്പേഴ്സായിട്ട് വരുന്നവർക്ക് ജോലിക്കാരാണ് ഒരുപാട് പേര്. വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ് ബിസിനസ്സും കാര്യങ്ങളായിട്ട് ഉൽവയിൽ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ ഇനി വരുന്ന ഒരു ഇലക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ സംഘടനയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോ നിങ്ങളുടെ ടൈം മറ്റുള്ളവർക്ക് വേണ്ടി നീക്കിവെക്കാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സംഘടനയുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് വരണം. യങ്സ്റ്റേഴ്സിനോട് പ്രത്യേകം പറയുന്നു, നിങ്ങളാണ് ഏതൊരു സംഘടനയുടെയും ശക്തി. നിങ്ങൾ തീർച്ചയായിട്ടും മുമ്പോട്ട് വരണം. ഈ സംഘടനയെ വരും കാലങ്ങളിൽ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നമ്മൾ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ സ്പോർട്സ് ഡേ നടത്തുന്നു, ഫുഡ് ഫെസ്റ്റിവൽ നടത്തുന്നു. ഈ വർഷം നമുക്ക് നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നടത്തും. വിനോദയാത്ര പോകുന്നു. ഒരുപാട് പെൻഡിങ് ആണ്, എനിക്കറിയാം. പലരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് വിനോദയാത്ര പോകണമെന്നത്. നമുക്ക് ശ്രമിക്കാം. സമയക്കുറവ് കൊണ്ട് നമ്മളത് മാറ്റിവെച്ചതാണ്. സ്പോർട്സ് ഡേക്ക് നമുക്ക് ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടുകയും അവിടെ നമ്മൾ സ്പോർട്സ് ഡേ നടത്തുകയും വളരെ വിപുലമായ സ്പോർട്സ് ഡേ ആയിരുന്നു അത്. എല്ലാവരും അംഗീകരിക്കുകയും ചെയ്ത കാര്യമാണ്. ഒരുപാട് പേരെ മിസ് ചെയ്തെങ്കിലും ഒരുപാട് യുവാക്കളുടെയും യുവതികളുടെയും ആ ഒരു ഐക്യം അവിടെ കാണാനായി. കായിക പ്രേമികളായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ഉൽവയിലുണ്ട്. നമുക്കൊരു ഫുട്ബോൾ ടീമുണ്ട്, ഒരു ക്രിക്കറ്റ് ടീമുണ്ട്, യുവ ടീമുണ്ട്. എല്ലാവരും മുമ്പോട്ട് വരണം, സഹകരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ ഈ ഉൽവയിൽ ട്രെയിനിന് വേണ്ടിയിട്ട് ഒരു നിവേദനം, അതായത് ഉൽവയിൽ നിന്നല്ല ഉറാൻ വരെയുള്ള നമ്മുടെ ട്രെയിൻ സർവീസ് വളരെ കുറവായതുകൊണ്ട് ഒരുപാട് ആളുകളിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ പോയി നിന്ന് ഞങ്ങൾ കമ്മിറ്റി മെമ്പേഴ്സ് ചേർന്ന് സിഗ്നേച്ചർ കളക്ട് ചെയ്യുകയും അത് നമ്മൾ റെയിൽവേ അധികൃതരുടെ അടുത്ത് പോയിട്ട് അത് കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. അതിന് ഇതുവരെ ഒരു സൊല്യൂഷൻ വന്നിട്ടില്ലെങ്കിൽ കൂടി അത് മുമ്പോട്ടുള്ള കാര്യങ്ങൾ അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ അതൊരു വലിയ പ്രവർത്തനമായിട്ട് തന്നെയാണ്. മറ്റു സംഘടനകൾ പോലും നമ്മൾ അംഗീകരിച്ചൊരു കാര്യമാണത്. അത് ഒരുപാട് നീട്ടി കൊണ്ടുപോകുന്നില്ല. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞത്, ഞാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരുടെയും സഹകരണം തന്നെയാണ് നമുക്ക് ആവശ്യം. അടുത്ത് വരുന്ന കമ്മിറ്റിയിലേക്ക് പുതിയ പുതിയ ആളുകൾ എത്തട്ടെ, നിങ്ങൾക്ക് നയിക്കാൻ കഴിയട്ടെ, ഒരുമിച്ച് നമുക്ക് നിന്ന് നയിക്കാം. എല്ലാവർക്കും വീണ്ടും ഓണാശംസകൾ നേരുന്നു. നീട്ടിക്കൊണ്ടു പോകുന്നില്ല, കാരണം നമുക്ക് വലിയൊരു പരിപാടി ഇവിടെ ബാക്കിയാണ്. എല്ലാവരും ആകാംക്ഷയോടെ, മാത്രമല്ല നല്ലൊരു സദ്യ നിങ്ങളെല്ലാവരെയും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇലയിട്ട് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എല്ലാവർക്കും വീണ്ടും ഓണാശംസകൾ. അടുത്തതായി 10ാം ക്ലാസ് SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ്. ശ്രീമതി ലീല ഭാസിയുടെ സ്മരണാർത്ഥം മക്കൾ ബിജു ഭാസിയും ബൈജു ഭാസിയും സമാജമായി ഒത്തുചേർന്ന് നൽകുന്ന പുരസ്കാരമാണിത്. അതുകൊണ്ട് രണ്ടുപേരെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി തനുഷ് നിശാന്ത്. We are now moving on to felicitate students who displayed exemplary merit in the 10th board exams. ശ്രീ ബിജു ഭാസിയുടെ സഹധർമ്മിണിയാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ഷൈജ ബിജു. തനുഷ് നിശാന്ത്. ഒരു വലിയ കയ്യടിയാവാം. 10ാം ക്ലാസ് പരീക്ഷയിൽ 90+ ഉള്ള കുട്ടികളെ ആദരിക്കുകയാണ്.
അടുത്തതായി ശ്രവ്യ വെണ്ണിക്കൽ. ശ്രവ്യ വെണ്ണിക്കൽ വേദിയിലേക്ക് എത്തണം. പത്താം ക്ലാസ് പരീക്ഷയിൽ 90+ ഉള്ള ശ്രവ്യ വെണ്ണിക്കലെ ആദരിക്കുന്നു. इधर नहीं बैठना है, आप कैमरा के बीच में पूरा स्क्रीन ब्लॉक कर रहे हैं, मूवमेंट करेंगे बहुत प्रॉब्लम है. താങ്ക് യു. നമ്മളിടയിൽ വന്നിരിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിയെ പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിക്കുകയാണ്. ന്യൂ ബോംബെ കേരള സമാജത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് കാട്ടാക്കട. പ്രകാശ്ജിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിനൊരു പൂച്ചെണ്ട് നൽകി സമാജത്തിന്റെ സ്നേഹാദരവ് നൽകുവാനായി സെക്രട്ടറി ശ്രീമതി ഷൈജ ബിജുവിനെയും ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ സമാജത്തിൻ്റെ ഡാൻസ് ക്ലാസ് ഒരുക്കുന്ന ഒരു ഡാൻസ് പെർഫോമൻസ്. ഈ ക്ലാസ് തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല, എങ്കിലും സുന്ദരമായ പ്രകടനമായി നമ്മുടെ പ്രിയ നർത്തകിമാർ വേദിയിൽ എത്തുന്നു. ഗുരു ശ്രീമതി വന്ദന വിജയുടെ അധ്യാപനത്തിലെ പിള്ളേരാണ് അഞ്ജു അരുൺ, ദയാ മനോമോഹൻ, ജാൻവി നായർ, ലുവാൻ അന്ന അനീഷ്, നിയ ഗീത ജോസി, നോറ മറിയം ജോസി, സത്യപ്രിയ എസ്, സായുജ്യ നായർ, ശ്രീയ സജിത്ത്, വന്ദന വിജയ്, വിനിത രഞ്ജിത്ത്. ഒരു വലിയ കയ്യടിയാവാം. നമ്മുടെ കേരള സമാജം ഉൽവേനോടിൻ്റെ ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല, എങ്കിലും നല്ല പ്രിപ്പയർഡ്നെസ് ആയിട്ട് അവർ എത്തിയിരിക്കുകയാണ്. ഒരു വലിയ കയ്യടിയാവാം. മനോഗതം ഭവാൻ അറിഞ്ഞേ ശുഭാർദ്രമായി ദിനം സലോലം സുന്ദരമേ രമണ സേവ സാദരം നിന്നരികെ നിറയുന്നു മേ ഹൃദയമേവം ധന്യമായി സുമസായക നിലയം മാനസം മനോഗതം ഭവാൻ അറിഞ്ഞേ ശുഭാർദ്രമായി ദിനം സലോലം മധുരം ജീവരാഗം മപദ സാനിരപദ മധുരം ജീവരാഗം മമരിതരെ മപദ പദ സനിധപദ പദ സരി സരി മകരിതരി സനിധപദ മകരി രെ മപദ മപദ സരി മകരി രെ മകരിതരി മകരി രി സനിധപദ മപദ മകരി രി സനിധ മനോഗതം ഭവാൻ അറിഞ്ഞേ ശുഭാദ്രമായി ദിനം സലോലം കാതൽ കഥകളി കഥകളി കண்களிൽ பார்க்கிறேன் காதல் கதகளி கண்களில் பார்க்கிறேன் திருவோணம் திருவிழா இதயத்தில் பார்க்கிறேன் வாக்கு மரங்களை கழுத்தில் பார்க்கிறேன் வாக்கு மரங்களை கழுத்தில் பார்க்கிறேன் பேசும் ரோஜா உதட்டில் பார்க்கிறேன் മനോഹര
సపా మమ ద సరి పాప సా 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 ని సరి సపా మమ ద సరి పాప గమ ద ని సా ని సా అழகே அழகே எதுவும் அழகே அன்பின் விழியில் எல்லாம் அழகே மழை மட்டுமா அழகு சுடும் வெயில் கூட ஒரு அழகு மலர் மட்டுமா அழகு விழும் இலை கூட ஒரு அழகு புன்னகை வீசிடும் பார்வைகள் அழகு வார்த்தைகள் தீர்க்கையில் மௌனங்கள் அழகு நன்மைக்கு சொல்லிடும் பொய்களும் அழகு உண்மை அதுதான் மெய்யாய் அழகு கமத நிசா நிரிசா கமத நிசா நரிசா മലയാള പെരുമയിലുണരും പൊന്നിൻ തിരുവോണം മാവേലി തമ്പുരാനെത്തും ഒരു തിരുവോണം മലയാള പെരുമയിലുണരും പൊന്നിൻ തിരുവോണം മാവേലി തമ്പുരാനെത്തും ഒരു തിരുവോണം പുലികളിയും പൂവിളിയും പൊന്നൂഞ്ഞാൽ പാട്ടുകളും അത്തപ്പൂവിൻ സമയം ചേർത്തൊരു ചിങ്ങ പൊന്നോണം ഈ ചിങ്ങ പൊന്നോണം മലയാള പെരുമയിലുണരും പൊന്നിൻ തിരുവോണം മാവേലി തമ്പുരാനെത്തും ഒരു തിരുവോണം
പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത് മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത് പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറമനതാളം പരിചകളുടെ നീരൊളി മേളം നെഞ്ചിനു താളം നിലവിനും മേളം ആരന്റെ കണ്ടത്തിലെ ആരണ്ട കൊത്തണത് ആരന്റെ തെങ്ങും മേലെ ആരണ്ട ചെത്തണത് നല്ല ചങ്കാവിലെ കോരന്റെ കുട്ടിയാണ് ഞാനണ്ട പാടത്തെ കരുമടി മുത്താണ് കളിക്കും കോരനും കടിഞ്ഞൂല് ഞാനണ്ട കാക്കൂനും ചീരുതയ്ക്കും കുഞ്ഞാഞ്ഞ ഞാനണ്ട കടകളെ നേരം പോയി മുമ്പേലും ഞാനുണ്ട് മാളോരെ കൂട്ടിട്ട് കൊയ്യാനും ഞാനുണ്ട് ഞാറുമുങ്ങനെ വരവുമുടന് നേരമങ്ങനെ കണ്ട ഓളുമുങ്ങനെ ഓളുമുങ്ങനെ ഓപ്പമുങ്ങനെ കണ്ട കാട്ടി കൊയ്യാണ് താളത്തി കൊയ്യാണ് നീട്ടി കൊയ്യാണ് കണ്ട വട്ടി നിറയ്ക്കണ് കൊട്ട നിറയ്ക്കണ് താഴി നിറയ്ക്കണ് കണ്ട നാടി വന്നപ്പോ ദേവി വന്നത് മുരളി പോയതും കണ്ട വൈറ്റാടി വന്നപ്പോ നാടറിഞ്ഞതും നെങ്കരി പെട്ടതും കണ്ട വേല വന്നതും പാല പൂത്തതും മണം പറഞ്ഞതും കണ്ട നീട്ടിപ്പാടന്റെ കൂത്തുമാടത്തി പാവകളാണെന്ന് കണ്ട പൂരങ്ങട പൂരമുള്ളൊരു നാട് നമ്മുടെ നാട് ഓണത്തിന് പുലിയിറങ്ങണൊരു ഊര് നമ്മുടെ ഊര് ഇപ്പറഞ്ഞ നാടിന് കര ഏഴുമൊട്ടുക്ക് പേര് കാണണമെങ്കി കാണണം കടി ശിവതിരൂര് അടുത്തതായി വേദിയിലെത്തുന്നത് മലയാളികൾക്ക് എന്നും ഗൃഹാതുരത്വം നൽകുന്ന നാടകഗാനങ്ങളുമായി ശ്രീ വിനോദ് ആൻഡ് ടീം. ഒരിക്കലും ഒളിമങ്ങാത്ത ഗാനങ്ങൾ, എല്ലാവർക്കും സുപരിചിതമായ ഗാനങ്ങളാണ്. ബലികുടീരങ്ങളെ, മധുരിക്കും ഓർമ്മകളെ, വെള്ളാരം കുന്നിലെ, ഇല്ലിമുളം കാടുകളിൽ, ചെപ്പുകിലുക്കണ ചങ്ങാതി, എല്ലാവർക്കും അറിയുന്ന പാട്ടുകളാണ്. അതുകൊണ്ട് ഇവരിവിടെ വേദിയിൽ പാടുമ്പോൾ സദസ്സിൽ നിന്നും എല്ലാവരും അത് ഏറ്റുപാടണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. Presenting before you a segment of old drama songs that have mesmerized us for generations together. These songs have become an integral part of Kerala's life and culture. The participants are Srimati Asha Soman, Srimati Bindu Ranjit, Srimati Nalini Sadashivan, Srimati Ratna Chandran, Srimati Smita Babu, Srimati Srikumari Ramesh, Srimati Shubha Mohan, Srimati Mini Anil Prakash, Sri Ramakrishnan, Sri Vinod Akil. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ
കേരളത്തിൻ്റെ സാമൂഹ്യ പരിവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മഹാപ്രസ്ഥാനം KPAC-യുടെ നാടകഗാനങ്ങൾ പാടാത്ത ഒരു മലയാളിയും ഒരു തലമുറയിൽ ഉണ്ടായിരുന്നില്ല. എല്ലാ ഗാനങ്ങളും ഇന്നും ഹിറ്റായി നിൽക്കുന്ന ഓരോ ഗാനങ്ങളും മലയാളിക്ക് ഹൃദയസ്ഥമാണ്, കാണാതെ അറിയുന്നതാണ്. തോപ്പിൽ ഭാസിയും ONVയും വയലാറും ശ്രീ G. ദേവരാജനും സംഗീതം നൽകിയ അനേകം നാടകഗാനങ്ങൾ ഇന്നും മലയാളിയുടെ മനസ്സിൽ പൂത്തു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നാടകഗാനങ്ങളുടെ വശ്യത ഒരിക്കലും നശിക്കുന്നില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നാടകം ശക്തമായി രംഗത്തേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ നാടകഗാനങ്ങൾ വേദിയിൽ അവതരിപ്പിക്കാനെത്തിയ ഈ ടീമിന് കയ്യടി ഞാൻ പറയാതെ അടി വരണം. അതുകൊണ്ട് ഞാൻ അത് അവിടെ നിർത്തിയത്. ഓർക്കുന്നുണ്ടോന്ന് അറിയട്ടെ. ബലികുടീരങ്ങളെ 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 സ്മരണകളിരമ്പും സ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. ബലികുടീരങ്ങളെ ഹിമഗിരി മുടികൾ കൊടികളുയർത്തി കടലുകൾ പടഹമുയർത്തി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ. യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ. ഭൂപടങ്ങളിലൊരിന്റെ നിവർന്നു ജീവിതങ്ങൾ തുടലൂരിയെറിഞ്ഞു. ചുണ്ടിൽ കാതൽ കരങ്ങളിരിപ്പു ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു. ചുണ്ടുകാതകൾ കരങ്ങളിൽ പോകുന്നുണ്ടുകൾ പുതിയ പൗരനുണം. ബലികുടീരങ്ങളെ കുളിരും കൊണ്ടോടിവാ കാറ്റേവാ. വരിനെല്ലിൻ ചുണ്ടിലെ കിരുകിലെ പുന്നാരം പകരുവാനോടിവാ കാറ്റേവാ. വരിനെല്ലിൻ ചുണ്ടിലെ കിരുകിലെ പുന്നാരം പകരുവാനോടിവാ കാറ്റേവാ. വെള്ളാരം കുന്നിലെ പൊന്മോളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ കാറ്റേവാ കാറ്റേവാ. മധുരിക്കും ഓർമ്മകളെ മയർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ
ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ മലർമഞ്ചൽ തോളിലേറ്റി പോവുകില്ലേ ഓ ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. ഇല്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ. ഇല്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ. അല്ലിമലർ കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ തെന്നലേ. അല്ലിമലർ കാവുകളിൽ ഊയലാടും തെന്നലേ തെന്നലേ. വെയിൽ നിന്നു വിളയാടും നിഴലില്ല നിലമാണ് നിവരാനും നേരമില്ല തെന്നലേ. വെയിൽ നിന്നു വിളയാടും നിഴലില്ല നിലമാണ് നിവരാനും നേരമില്ല തെന്നലേ. ഇളവില്ല വേല ചെയ്തു തളരുന്ന നേരമാണ് ഇതുവഴി പോരുമോ നീ തെന്നലേ തെന്നലേ. ഇളവില്ല വേല ചെയ്തു തളരുന്ന നേരമാണ് ഇതുവഴി പോരുമോ നീ തെന്നലേ തെന്നലേ. ഇല്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ. അല്ലിമല കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ 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 തെന്നലേ. ചെപ്പുകിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കടൂലേ. ചെപ്പുകിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കടൂലേ. മിന്നണതെന്താണ് എയ്യ നല്ല കുഞ്ഞിക്കുരുമണി പൊന്മാല. മിന്നണതെന്താണ് എയ്യ നല്ല കുഞ്ഞിക്കുരുമണി പൊന്മാല. ഓണനിലാവത്ത് തുള്ളാട്ടം കൊള്ളും ഓമന ചങ്ങാതി ചൊല്ലൂ നീ. ഓണനിലാവത്ത് തുള്ളാട്ടം കൊള്ളും ഓമന ചങ്ങാതി ചൊല്ലൂ നീ. ആരെല്ലാം ചോദിച്ച് പൊന്മാല നിന്റെ കിങ്ങിണി ചെപ്പിലെ പൊന്മാല. ആരെല്ലാം ചോദിച്ച് പൊന്മാല നിന്റെ കിങ്ങിണി ചെപ്പിലെ പൊന്മാല. ചെപ്പുകിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ. മിന്നണതെന്താണ് അയ്യ നല്ല കുഞ്ഞിക്കുരുമണി പൊന്മാല. ആര്യങ്കാവിലെ കാറ്റു വന്നേ ഒരു കാര്യം ചോദിച്ചതെന്താണ്. ആര്യങ്കാവിലെ കാറ്റു വന്നേ ഒരു കാര്യം ചോദിച്ചതെന്താണ്. മഞ്ഞക്കിളികളിൽ ചങ്ങാലി വന്ന് കൊഞ്ചി പറഞ്ഞതും എന്താണ്. മഞ്ഞക്കിളികളിൽ ചങ്ങാലി വന്ന് കൊഞ്ചി പറഞ്ഞതും എന്താണ്. ചെപ്പുകിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ. മിന്നണതെന്താണ് അയ്യ നല്ല കുഞ്ഞിക്കുരുമണി പൊന്മാല. കാറ്റിൻ കയ്യിൽ കൊടുത്താലേ ഇത് പൊട്ടിച്ചെറിഞ്ഞു കളയൂലേ. കാറ്റിൻ കയ്യിൽ കൊടുത്താലേ ഇത് പൊട്ടിച്ചെറിഞ്ഞു കളയൂലേ. നാട്ടുകാരിക്കളി ചോദിച്ചാൽ നിന്റെ പാട്ടിനു പോകാൻ പറയൂലേ. നാട്ടുകാരിക്കളി ചോദിച്ചാൽ നിന്റെ പാട്ടിനു പോകാൻ പറയൂലേ. ചെപ്പുകിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ. മിന്നണതെന്താണ് അയ്യ നല്ല കുഞ്ഞിക്കുരുമണി പൊന്മാല. അമ്മിണിക്കുഞ്ഞിനെ ഇങ്കു കുറുക്കിയത് അമ്മച്ചി കാണാതെ കൊണ്ടുതരാം. അമ്മിണിക്കുഞ്ഞിനെ ഇങ്കു കുറുക്കിയത് അമ്മച്ചി കാണാതെ കൊണ്ടുതരാം. പഞ്ചാരയും അവ കുത്തുതരാം നിന്റെ മുത്തണി മാല എനിക്കല്ലേ. പഞ്ചാരയും അവ കുത്തുതരാം നിന്റെ മുത്തണി മാല എനിക്കല്ലേ. ചെപ്പുകിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ. മിന്നണതെന്താണ് അയ്യ നല്ല കുഞ്ഞിക്കുരുമണി പൊന്മാല. കുഞ്ഞിക്കുരുമണി പൊന്മാല കുഞ്ഞിക്കുരുമണി പൊന്മാല കുഞ്ഞിക്കുരുമണി പൊന്മാല. आता आपण सर्वांनी टाळ्यांच्या गरजात स्वागत करायचं आहे उल्वे गावाचे उपसरपंच श्री अमर म्हात्रे यांचे. ते फक्त जनतेचे प्रतिनिधी नाहीत तर एक सामाजिक कार्यकर्ता आहेत. वर्षभर अनेक सामाजिक शैक्षणिक व दानशूर उपक्रम राबवून ते लोकसेवा करत असतात.
उल्वेमध्ये दरवर्षी होत असलेला सर्वात मोठा नवरात्री उत्सव त्यांचा प्रयत्नामुळेच इतक्या भव्य स्वरूपात साकारतेत. आपलेच मान्यवर समाजासाठी अहोरात्र कार्य करतात असलेले श्री अमर म्हात्रे यांच्या टाळ्यांच्या गजरात हार्दिक स्वागत करत आहे. നമ്മുടെ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു സ്ട്രോങ് പില്ലർ ഓഫ് സപ്പോർട്ടായി നിൽക്കുന്ന ശ്രീ അമർ മാത്രേ ജിക്ക് സമാജത്തിന്റെ സ്നേഹ ആദരവ് കൊടുക്കുന്നത് ശ്രീ ദാസ് ഡേവിഡ് ജി. भविष्य में भी समाजम के हर कार्य में आप हमारा समर्थन करेंगे, साथ देंगे, इसकी आशा करते हैं और आपके सारे समर्थन के लिए बहुत बहुत धन्यवाद भी करते हैं. जरूर उनको कुछ तो हमसे बात करना होगा, क्योंकि इधर आ गया तो हम लोग छोड़ता नहीं है, क्योंकि हम उधर जाते हैं तो हमको भी यही दे देते हैं बात करो बोल. तो उनका बात सुनना हमारे लिए हमारा हक है. आप बात कीजिए प्लीज. धन्यवाद. केरला समाज के सभी भाई बंधुओं का इस रणभूमि में, रायगढ़ के हमारे छत्रपति शिवाजी महाराज के रणभूमि में आपका स्वागत है और मुझे यहाँ पे बुलाया उसके लिए आपका भी धन्यवाद. हम लोग समाज में जब काम करने को उतरते हैं तो समाज कौन सा जाति का है, कौन सा धर्म का है, वो हम लोग अभी तक नहीं देखते आ रहे हैं. और सब पूरा विश्व में जब हम लोग बहुत सा, केरला का बहुत सा लोग ज्यादा पढ़ा लिखा होता है, महाराष्ट्र से भी ज्यादा पढ़ा लिखा है, जो सच्चाई है वो सच्चाई है. लेकिन ऐसा होता है बाहर देश में जब जाते हैं हम लोग तो 2014 से पहले और 2014 के बाद आपको भी चेंजेस दिखाई दिए होंगे, क्योंकि अभी भारत का नाम गर्व से लिया जाता है और हम भी वैसा काम करते हैं. जो देश में, जो प्रांत में रहते हैं वहां को अपना ही मानकर जब समाज सेवा करते हैं तो वहां की धरती हमें अपना लेती है. वैसे ही ये उलवा नोड में जिस भी धर्म, जाति और प्रांत से जो भी बंधु भगिनी आए हैं वो सभी को हम कोकणवासी हमेशा अपना लेते हैं और सभी का स्वागत भी है. और आगे भी जब भी आपका प्रोग्राम हो, और मेरा तो ट्राई चल रहा है कि जैसा वाशी या नई मुंबई में सभी जाति धर्मों के लोगों के लिए मंदिर, मस्जिद, गुरुद्वारा, चर्च या मंदिर के लिए जो भी हो वो जगह के लिए हम लोग ट्राई कर रहे हैं. और एक जगह 2.5 हेक्टर का, मतलब 7.5 एकड़ का एक जगह सिडको ने हम लोगों को सेक्टर 15 में दिखाई है. अभी उसमें चल रहा है कि बाबा कौन सी समाज को कितना दिया जाए, लेकिन जल्दी ही जो भी आएगा जिसके हिस्से में, फिर मंदिर के लिए हो, मस्जिद के लिए हो, तो गुरुद्वारा के लिए हो, उसमें आपके समाज को भी कुछ मिलना चाहिए. ऐसा लग रहा है इतना क्राउड देख के. और ट्राई करेंगे. बाकी सब मैनेजमेंट, सिडको, पॉलिटिशियंस जो हमारे नेतागण हैं उनके सामने तो हम रखेंगे. नायर साहब ने हमें बुलाया था बहुत बार और प्रोग्राम में हर बार जाते हैं. इस टाइम पे डेविड साहब ने बुलाया. हम लोग तो आते ही रहते हैं और जब भी हमें कुछ पेपर वर्क की जरूरत पड़ेगी तो हम लोगों को, आप लोगों को बोलेंगे डेविड सर, तो वो टाइम पे आप फॉलोअप कीजिएगा. एक अर्जी आप सिडको को दीजिए, आज के प्रोग्राम के कुछ फोटोज भी दीजिए उनको कि इतना क्राउड हमारा उलवा में रह रहा है तो उसके लिए क्या प्रोविजन क्या है. क्योंकि अभी थोड़ी देर बाद सिख समाज का हमारा एक मीटिंग है, उनका भी वही सब चल रहा है, सभी धर्मों का चल रहा है. इधर पे क्या हुआ, नई मुंबई या मुंबई जैसा कोई सिडको ने पहला प्लानिंग कुछ प्लॉट्स नहीं दिए, उसके वजह से सब प्रॉब्लम चल रहे. लेकिन हमारा फॉलोअप कंटिन्यू चल रहा है और अभी वादा तो नहीं कर रहा हूं लेकिन प्रयत्न जरूर करूंगा. बस आप लोगों का साथ चाहिए. जय हिंद, जय महाराष्ट्र. ശ്രീ അമർ മാത്രയെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ശ്രീ അലിജി. श्री अमर मात्रे के जी के बाजू में जो है वो उल्वे रेसिडेंट्स एसोसिएशन के सेक्रेटरी भी है, अध्यक्ष है अवधेश. उल्वे रहवासी संगठन के अध्यक्ष अवधेश जी महतो जी है, उनका भी स्वागत कीजिए. फिर उनके साथी में
जितने भी लोग हैं, भी नामदेव ठाकुर जी हो, अवनीश जी हो, और आपके आयप्पा शायद कमेटी के स्टेट के कुछ मतलब पदाधिकारी है, कृष्णा सगादेवन जी है, फिर बंगाली एसोसिएशन के अध्यक्ष है देवाली मित्रा जी, इन सभी का आपके तरफ से मैं स्वागत करता हूं। सिर्फ आप शाल डाल दीजिए बस। അടുത്തതായി കൂപ്പർ ഖേറിനെ കേരള സമാജത്തിൽ നിന്നും എത്തിയ പ്രതിനിധികളെ സ്വീകരിക്കുന്ന ചടങ്ങാണ്. ശ്രീ മോഹനൻ, ശ്രീ മുരളീധരൻ, ശ്രീ ഹരികുമാർ. മൂന്നുപേരെയും ആദരവോടെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമാജത്തിന്റെ എല്ലാ കാര്യപരിപാടികളിലും സമാജത്തിന് വലിയ സപ്പോർട്ടായി നിൽക്കുന്ന സമാജമാണ് കൂപ്പർ ഖേറിനെ മലയാളി സമാജം. അവരെ സ്വീകരിക്കുന്നത് സമാജത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ അലി. താങ്ക് യു.